പ്രിയപ്പെട്ട കൂട്ടുകാരെ, KFLLSS ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്നാൽ ഇന്ത്യ വിടുക. ആരാണ് ഇന്ത്യ വിടേണ്ടത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം മറ്റ് സമരങ്ങളെയെല്ലാം പിന്നിലാക്കുക തന്നെ ചെയ്തു. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾ ഒന്നടങ്കം സമരത്തിനിറങ്ങി. 1942 ഓഗസ്റ്റ് മാസം 9 ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയത്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനമാണെന്ന കാര്യവും ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണെന്ന കാര്യവും LSS പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് 1921 നടന്ന മലബാർ കലാപം. മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ കലാപം നടന്നത് 1921 1921 ആഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി മാസം വരെ മലബാറിലെ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന സായുധ കലാപമാണ് മലബാർ കലാപം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിജ്ഞാന ഭാഗത്തിൽ ചോദിക്കാവുന്ന ചില ചോദ്യ മാതൃകകൾ നമുക്ക് പരിചയപ്പെടാം. ആരുടെ ജന്മദിനമാണ് അഹിംസാ ദിനമായി ആചരിക്കുന്നത്? ഗാന്ധിജിയുടെ ജന്മദിനമാണ് അഹിംസാ ദിനമായി ആചരിക്കുന്നത്. ഒക്ടോബർ 2 അഹിംസാ ദിനം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. INA ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതും ഒരേ വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഭഗത് സിംഗ് ആണ് ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടിയായി അറിയപ്പെടുന്നത്. എങ്കിൽ അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ് ഇന്ത്യയുടെ അതിർത്തി ഗാന്ധിയായി അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുപോലുള്ള സമാന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. തീർച്ചയായും പരിസര പഠനത്തിലോ അല്ലെങ്കിൽ പൊതുവിജ്ഞാന വിഭാഗത്തിലോ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ.